ഞാൻ ആദ്യം ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം കേൾപ്പിക്കാം. എം കാരശ്ശേരി മാഷിന്റെയാണ്. ഓരോ സ്വാതന്ത്ര്യദിനം വരുമ്പോഴും ഇടതുപക്ഷത്തിനെതിരെ ഈ പ്രസംഗം വലതുപക്ഷം പ്രചരിപ്പിക്കാറുണ്ട്. ഒന്ന് കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് CPM ഇടപെട്ടതാണെന്ന് കൊടിയേരി പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, കേട്ടോ, ഒറ്റ കാര്യം ഞാൻ പറയാം. അതായത് ഈ 42-ലെ മൂവ്മെന്റിനെ അവർ ഒറ്റിക്കൊടുത്തു അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സത്യമായിട്ട് ക്വിറ്റ് ഇന്ത്യ കേട്ടോ. ആ മുദ്രാവാക്യം ബോംബെയിലെ മേയറായിരുന്ന സോഷ്യലിസ്റ്റ്, ഇന്ന് ഇന്ത്യക്കാർ മറന്നുപോയൊരുത്തൻ യൂസഫ് മെഹർ അലി, അവനാണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയത്, ഗാന്ധിയല്ല. ഗാന്ധി ഉണ്ടാക്കിയാൽ ഒന്നുകിൽ ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ ഗുജറാത്തി ആയിരിക്കും. ഗാന്ധി ഇംഗ്ലീഷിൽ പറയില്ല. ക്വിറ്റ് ഇന്ത്യ ഭയങ്കരമായ വാക്യമാണ്. അത് പറഞ്ഞത് യൂസഫ് മെഹർ അലിയ. ആ മൂവ്മെന്റിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് കൂടാണ് ആര്? കമ്മ്യൂണിസ്റ്റ്. അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹത്തോട് ഈർഷ്യം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഇത് അവതരിപ്പിക്കുന്നത്. കളിയാക്കുന്ന രീതിയിലാണ്. എൻ്റെ ദൈവമേ, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിട്ട് ഭയങ്കര കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ആ ചോദ്യത്തിനകത്തുള്ള ഏറ്റവും വലിയ വിട്ടിട്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ പാടുള്ളൂ. CPM ഇടപെട്ടിട്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത്? എന്താണ് CPM രൂപീകരിച്ചതെന്ന് പോലും അറിയാത്ത ഏതോ ഒരു വിവരദോഷി ചോദിച്ച ചോദ്യത്തിന് ആ രീതിയിൽ മറുപടി പറയുന്ന എം കാരശ്ശേരി മാഷോട് ഒരു ലോഡ് പുച്ഛമാണ്. ഇയാൾക്ക് ചരിത്രം അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നോ? സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുത്തോ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഒറ്റിക്കൊടുത്തോ? ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ എത്തുക? പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്താനായി പോരാട്ടം നടത്തിയ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലല്ലേ? എങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിയേക്കും. ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വിടാൻ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ കൃത്യം 5 വർഷം മുമ്പാണ്. 1942 ഒക്ടോബർ 8 ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന സമരം തുടങ്ങുന്നത് അന്നാണ്. അപ്പൊ അതിനു മുൻപ് കോൺഗ്രസ് എന്താ ബ്രിട്ടീഷുകാരോട് പറഞ്ഞിരുന്നത്? നിങ്ങൾ തന്നെ ഭരിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് ഒരു ഡൊമീനിയൻ പദവി തന്നാൽ മതി. ഞങ്ങൾ ഇന്ത്യക്കാർ എന്നുള്ള ഞങ്ങൾക്ക് നിങ്ങൾ ഭരിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് കൂടി ഭരണത്തിലൊരു പങ്കാളിത്തം, ഒരു ഡൊമീനിയൻ പദവി തന്നാൽ മതി എന്നാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. 1921 അഹമ്മദാബാദിൽ വെച്ച് നടന്ന AICC സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനി ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അത് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയമാണ്. പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്നാണ് ആ പ്രമേയം. ആ പ്രമേയം 1921 അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ ഗാന്ധിജി അടക്കമുള്ള ആളുകളുടെ എതിർപ്പ് കാരണം പാസ്സായില്ല. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണ്ട എന്ന് 1921 നോക്കണം. മലബാറിൽ വലിയ കലാപം നടക്കുകയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള കലാപം നടക്കുമ്പോൾ ഗാന്ധിജി അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ പറയുക, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണമെന്നൊന്നും നമ്മൾ പറയണ്ട, അവർ തന്നെ ഭരിച്ചോട്ടെ, നമുക്ക് കൂടി ഒരു പങ്കാളിത്തം തന്നാൽ മതി എന്ന്. അതുകൊണ്ട് ഈ പ്രമേയം പാസ്സായില്ല. ആരാണ് പ്രമേയം അവതരിപ്പിച്ചത്? ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന നേതാവ്. തള്ളു തുടങ്ങി എന്നാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ജമനയോട് ചോദിച്ചു പോകാം. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണ്? ഏത് സമ്മേളനത്തിലാണ്? പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ മൗലാന ഹസ്രത്ത് മൊഹാനിയാണ്. എന്നാൽ ചരിത്രപ്രസിദ്ധമായ പൂർണ്ണ സ്വരാജ് പ്രമേയം ഔദ്യോഗികമായി പാസാക്കിയത് 1929 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനത്തിലാണ്. എന്ന് വെച്ചാൽ 1921 പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ഹസ്രത്ത് മൊഹാനി അവതരിപ്പിച്ചെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നാണോ? അതെ, 1921 ഹസ്രത്ത് മൊഹാനി പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അന്നത് കോൺഗ്രസ് അംഗീകരിച്ചില്ല. ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആ സമയത്ത് ആ നീക്കത്തോട് യോജിച്ചില്ല. ഹസ്രത്ത് മൊഹാനി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നത് ശരിയാണോ? അതെ, മൗലാന ഹസ്രത്ത് മൊഹാനി ഒരു സോഷ്യലിസ്റ്റും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിന്തുണച്ച പ്രധാന വ്യക്തികളിൽ ഒരാളുമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ക്ലിയർ ആയല്ലോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1921 1942 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ഒരു സമരം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും. എന്നാൽ 42 എത്ര വർഷം മുമ്പാണ്? 1921 ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ട് ഇവിടുന്ന് പോകണം, പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വേണമെന്ന് ഹസ്രത്ത് മൊഹാനി എന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഒരു പ്രമേയം AICC സമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ
അതിനെ എതിർത്തു. ഓർക്കേണ്ട കാര്യം 1921 മലബാറിൽ വലിയ ഐതിഹാസികമായ സമരം നടക്കുന്നത്. ഇവിടുത്തെ മലബാറിലെ മുസ്ലിങ്ങളും കർഷകരും കൂടി ഒത്തുചേർന്ന് നടത്തിയ സമരമുണ്ടല്ലോ, ആ സമരം നടക്കുമ്പോൾ അപ്പോഴും അപ്പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് നിങ്ങൾ തന്നെ ഭരിച്ചോ, ഞങ്ങൾക്കൊരു ചെറിയ ഡൊമീനിയൻ പദവി മതി എന്നുള്ള. പിന്നീട് അവിടുന്ന് വീണ്ടും 8 വർഷം എടുത്ത് 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഈ ഗാന്ധിജിയെ മറികടന്ന് നെഹ്റു ഈ പ്രമേയം അവതരിപ്പിക്കുന്നതും അത് പാസ്സാവുന്നതും. പക്ഷേ അങ്ങനെ പാസ്സായിട്ട് പോലും ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടണം എന്ന് ആവശ്യപ്പെടുന്നത് 1942 ഓഗസ്റ്റ് 8 എന്തേ അത്രയും സമയത്ത്? 1942 ഒരു പ്രത്യേകത, 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലം. 2ാം ലോക മഹായുദ്ധത്തിൽ ആരൊക്കെ തമ്മിലാണ്? സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും. അച്ചുതണ്ട് ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ. ജർമ്മനി, ഇറ്റലിയും ഓർത്താൽ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ഫാസിസ്റ്റ് രാജ്യങ്ങൾ, ഹിറ്റ്ലറുടെയും മൊസോളിനിയുടെയും രാജ്യങ്ങൾ, പിന്നെ കൂടെ ജപ്പാനും. അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അന്ന് ഈ സഖ്യകക്ഷികളുടെയും ലോകത്തിൻ്റെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആവശ്യം. ആ സഖ്യകക്ഷികളുടെ കൂട്ടത്തിൽ ആരുടെ കൂടെ? സോവിയറ്റ് യൂണിയൻ്റെ കൂടെ, അതേപോലെ തന്നെ ചൈനയുടെ, അമേരിക്കയുടെ ഒക്കെ കൂടെയുള്ള ഒരു കക്ഷിയാണ് ഇംഗ്ലണ്ട്. സംഗതി ഇംഗ്ലണ്ടിൻ്റെ കോളനിയാണ് നമ്മൾ. പക്ഷേ ആ ഇംഗ്ലണ്ടിൻ്റെ സൈനിക ശക്തി ശക്തിപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ കൂടി ആവശ്യമാണ്. കാരണം അപ്പുറത്ത് ഫാസിസമാണ്. ലോകത്ത് ഫാസിസം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ പാടില്ല. ബ്രിട്ടൻ്റെ സൈനിക ശക്തിയെ തളർത്തുന്ന രീതിയിലുള്ള ഒരു സമരം ആ സമയത്ത് മുന്നോട്ട് വെക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണമെന്ന് കോൺഗ്രസ് പറയുന്നതിനേക്കാൾ എത്രയോ വർഷം മുമ്പ് അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ പറയുന്നത്. നോക്കണം, അത് പറയുന്നത് ഇക്കാരണം കൊണ്ടാണ്. നിങ്ങൾ ഈ മുദ്രാവാക്യം ഉന്നയിക്കേണ്ട സമയത്തല്ല ഉന്നയിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികളുടെ ചേരിയെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനം നമ്മളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ. അത് ലോകത്താകമാനമുള്ള മനുഷ്യ സ്നേഹികൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ തിരിച്ചടിയാവും എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. അതിനെയാണ് ഇവർ കളിയാക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഒറ്റിക്കൊടുത്തവർ എന്ന്. ഈ ചരിത്രം അറിയാത്ത ചില ആളുകൾ ഇത് ഏറ്റുപാടുന്നുണ്ട്, മുസ്ലിം ലീഗരും കോൺഗ്രസ്സുകാരും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നു, MM കാരശ്ശേരി മാഷിന് ഈ ചരിത്രമൊന്നും അറിയായിട്ടൊന്നുമല്ല. പക്ഷേ അയാൾ ഈ കയ്യടി കിട്ടാൻ മുന്നിലിരിക്കുന്ന കുറേ കോബർ കഴുതകൾ കൈയടിക്കും എന്നുള്ളതുകൊണ്ട് ഇത് ഇനിയും ആവർത്തിക്കും. ഇതിനേക്കാൾ വൾഗറായിട്ട് അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ചരിത്രം ഇതാണ്, വസ്തുത ഇതാണ്. വസ്തുത ഇതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഗൂഗിളിൻ്റെ ജെമിനിയുടെ ആപ്ലിക്കേഷൻ അടക്കം ഞാൻ ആശ്രയിച്ചത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.